കുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയത്തില്ല മക്കൾസെ, അതുപോലെയാണ് നമ്മൾ നമ്മുടെ നാടിന്റെ നമ്മുടെ ചുറ്റിലുള്ളതിന്റെ ഭംഗി ഒരിക്കലും നമ്മൾ അറിയാറില്ല. നമ്മൾ വേറെ എവിടെയോ എന്തോ നേടി പോകുന്നത് പോലെയാണ്. ഇത് നമ്മുടെ വർക്കല അല്ലെ, വർക്കലയുടെ മുഖമുദ്ര എന്ന് തന്നെ നമുക്ക് പറയാം. വർക്കലത്തെ ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രവും ഇവിടുത്തെ എത്ര വർഷം പഴക്കമുള്ള അമ്പലക്കുളമാണ് ഈ കാണുന്നത്. അതൊന്നും ഈ തൊട്ടടുത്ത് കിടക്കുന്നതാ ഇവരാരും സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, എന്റെ കുട്ടിക്കാരൊക്കെ ഞാൻ ഇവിടേക്കാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ ചുറ്റിലുള്ള കാഴ്ചകളെങ്കിലും കാണാൻ ശ്രമിക്കുക. അപ്പൊ ആ സ്റ്റെപ്പിനപ്പുറത്തേക്ക് പോവാൻ പറ്റത്തില്ല, പോയാ മുങ്ങിപ്പോവോ? താരുല്ലേ? ഓ അത് ശരി, അതാണ് ഇവിടെ ഫില്ല് ആവുന്നല്ലേ. ഓ കണ്ടാ കുറച്ച് കാര്യങ്ങൾ ഞാൻ തുടക്കം പറഞ്ഞു. ഇനി നമുക്ക് വോയിസ് കൊടുക്കാം അല്ലേ? അത് അവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഒരു വെക്കേഷൻ പ്രമാണിച്ച് മക്കൾസിനോടൊപ്പം ഒന്ന് നമ്മുടെ നാട്ടിലൊന്ന് ചുറ്റിക്കറങ്ങിയതാണ് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ വല്ലാത്തൊരു പുതുമയാണ്. നമ്മൾ ഈ അടുത്ത് കാണുന്ന സത്യത്തിൽ ഇതിൻ്റെ ഒന്നും വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നില്ലതാണ്. അതായത് നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കാത്തത് പോലെ തന്നെയാണ് മനുഷ്യർ നമ്മുടെ ചുറ്റിലും കാണുന്ന മനോഹരമായ ഒന്നിൻ്റെയും വാല്യൂ മനസ്സിലാക്കാതെ ദൂരേക്ക് എവിടേക്കോ പായുന്ന മനുഷ്യർ അല്ലേ. ഇതിനപ്പുറം മനോഹരമായ ദൃശ്യം ശരിക്കും ഭയങ്കരമായ ഒരു സംഭവം അല്ലെങ്കിൽ പോലും മനസ്സിന് ഭയങ്കര പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ചുറ്റുപാടായതെന്ന് പറയുന്നത്. കാരണം സ്പിരിച്വലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അമ്പലത്തിൻ്റെ ആ കുളവും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ആ ഗ്രാമങ്ങളും ആ ഗ്രാമവാസികളും ഏത് മതമായാലും അതൊരു വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന സ്ഥലമാകുമ്പോൾ അവിടെ നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. കാരണം ഞാനൊക്കെ ഉറച്ച ഒരു മതവിശ്വാസിയാണെങ്കിൽ പോലും, ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ പോലും എല്ലാ മതത്തിൻ്റെയും നല്ല വശങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് ഇത്തരത്തിലുള്ള എന്താ പറയേണ്ടത്, ഈ ഒരു വൈബൊക്കെ എന്ന് പറയുന്നത് അതും പ്രത്യേകിച്ച് പഴമകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ മക്കളോടൊക്കെ ഞാൻ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പറയുകയായിരുന്നു. ഈ അമ്പലക്കുളത്തിനൊക്കെ ഒരുപാട് ചരിത്രവും പൂർവികരുടെ ചരിത്രവുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയണമെങ്കിലുണ്ടല്ലോ വീഡിയോ ഒക്കെ കുറേ ലെങ്തി ആയിപ്പോവും. ഈ കുളിക്കുന്ന മനുഷ്യനൊക്കെ അത് ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ കുളത്തിൽ വന്ന് കുളിക്കുന്നതാണ്. കുറേ കാലം ഈ കുളം ശുചീകരണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അപകട മരണങ്ങൾ അവിടെ സംഭവിച്ചത് മൂലം അവിടെ ക്ലോസ് ചെയ്തിരുന്നു. ഇപ്പോഴതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇപ്പം ജനകീയമാക്കിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള മക്കൾക്ക് ഒന്ന് ബീച്ചിൽ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കണം എന്നുള്ളൊരു എന്താണ് അപേക്ഷ നിരാകരിക്കേണ്ടെന്ന് വെച്ചിട്ട് അവരെ കൊണ്ട് ജസ്റ്റ് നമ്മുടെ ഓൺ ക്ലിഫിലെത്തി അവിടുത്തെ ഒരു വൈകുന്നേര കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നത്. എന്ത് രസമാണെന്നോ ഇങ്ങനെ വന്ന് കുറച്ച് സമയം ഇരിക്കുമ്പോൾ വല്ലാത്തൊരു അവിടെ നിന്ന് മേടിച്ച് ആ സമയം നമ്മളൊരു 10 രൂപയുടെ കപ്പലണ്ടി മേടിച്ച് തിന്നുമ്പോഴുണ്ടല്ലോ നമ്മൾ അല്ലാത്തപ്പോൾ കഴിക്കുന്ന കപ്പലണ്ടി ബീച്ചിൽ നിന്ന് കഴിക്കുന്ന കപ്പലണ്ടി തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ് അല്ലേ. കപ്പലണ്ടിയും ബീച്ചും ആ ഒരു വൈബ് തമ്മിൽ കണക്റ്റഡാണ്. മക്കളൊക്കെ കളിക്കുന്നതും അവരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഇടയ്ക്കുള്ള പിണക്കങ്ങളും ഒക്കെ അതൊരു നമ്മൾ വായ്നോട്ടമല്ല, അത് ഒബ്സർവ് ചെയ്യലാണ്. ഓരോ മനുഷ്യരെയും ഒബ്സർവ് ചെയ്യുക ഭയങ്കര സുഖം ഉള്ളൊരു അനുഭവമാണ്. നമുക്കതിൽ നിന്ന് കുറേ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, തിരുത്തലുകൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. അവിടെ കണ്ട കുറേ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞുമ്മയാണ് ആൾക്കങ്ങനെ നടക്കുന്ന കാര്യത്തിൽ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോകുന്നത് കുറവാണ്. അങ്ങനെ പുറത്തൊക്കെ വന്നപ്പോൾ ആളിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ മക്കൾ കളിക്കുന്നതൊക്കെ കണ്ട് കുറേ സമയം ഇങ്ങനെ നിന്നു. അപ്പോൾ നല്ലൊരു ദിവസം തന്നതിന് പടച്ചവനോട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മളെ കൂടെ വന്ന് നമ്മുടെ മക്കൾസിനൊക്കെ ഈ ഒരു വെക്കേഷൻ കാലം വല്ല ഓർമ്മകളിൽ സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞ് സന്തോഷങ്ങൾ അവർക്ക് കൊടുക്കാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ നാടായ വർക്കലയിലേക്ക് ഞാൻ നിങ്ങളെ കൂടെ ക്ഷണിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാതിരിക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസത്തിന് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. മക്കൾസോടൊപ്പം ഒരു പാട്ടൊക്കെ പാടി നമ്മൾ വീഡിയോയാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സോങ്ങാണ് മക്കൾക്ക് പാടുന്നത്. അതൊക്കെ പാടി നമ്മൾ ബൈ പറയുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.
കയ്യും കൂടി